അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം നാം ചെയ്യുന്നതായ അമലുകൾക്ക് ഏറ്റവും അധികം പ്രതിഫലമുള്ളത് ജുമുഅ ദിവസത്തിൽ ചെയ്യുന്നതായ അമലുകൾക്കാണ്. നിസ്കാരമായാലും ദാനധർമ്മമായാലും. അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്നതായ സ്വലാത്തുകളായാലും ജുമുഅ ദിവസത്തിൽ ചെയ്യുന്നതായ അമലുകൾക്കാണ് വളരെയധികം പ്രതിഫലം ഉള്ളത്. അതുകൊണ്ട് നാം ജുമുഅ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ജുമുഅ ദിവസത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നേരിട്ട് തന്നെ വന്നെത്തുകയാണ്. അതേസമയം മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് ഒരു മലക്ക് മുഖേനയാണ് നിബിധങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ജുമുഅ ദിവസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ നാം ഇത്തഖുള്ള, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ ശ്രമിക്കും. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിച്ചത് ജുമുഅ ദിവസത്തിലാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അതും ജുമുഅ ദിവസത്തിലാണ്. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് നാം കലിമ ചൊല്ലി മരിക്കണമെങ്കിൽ നാം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് നാം ഒരു യഥാർത്ഥ മുത്തഖിയായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.